അങ്ങനെ റൈസ് ഇതാ ഊറ്റിയിടുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഊറ്റിയിടുന്ന റൈസ് ഉണ്ടല്ലോ, ഇത് ഏകദേശം എത്ര വേവായിട്ടുണ്ടാവും? ഈ പച്ച മസാലയുടെ മുകളിലിരുന്ന റൈസ് ഹാഫ് വേവ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മസാലയോ ചിക്കനോ വേവിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അടിയിൽ കണ്ടില്ലേ ചിരട്ട അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്തില്ല. അതിൻ്റെ മുകളിലാണ് റൈസ് ഇടുന്നത്. ഹാഫ് വേവിലാണ് റൈസ് ഇപ്പോൾ ഊറ്റിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് റൈസ്. അതായത് ടോപ്പ് ലെയർക്ക് എത്തുന്ന സമയത്ത് റൈസ് 80% എത്തും അല്ലേ? സമയം എടുത്തിട്ടാണ് റൈസ് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. കടി നോക്കുന്നുണ്ട്, അതിൻ്റെ വേവ് നോക്കുകയാണ്. അപ്പോൾ ആ വേവ് കുറവനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് വേവ് കൂടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള സംഭവമൊക്കെ ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അടിയിൽ നിന്ന് തീ വരുന്ന സമയത്ത് മീറ്റ് വേവുന്ന മസാല വേവുന്ന അതേ സമയം കൊണ്ട് അടിയിൽ കിടക്കുന്ന ഹാഫ് വേവിലുള്ള റൈസും കൂടെ വേവും. അതിന് മുകൾക്കുള്ളത് ഓൾറെഡി 80% വേവിലേക്ക് എത്തുമ്പോൾ അതും അതിൽ കിടന്നിട്ട് ആ വേവ് എല്ലാം കൂടി ഈക്വലാവും. ആ ഒരു രീതിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലും കുറച്ച് നീര് വരുമല്ലോ, ആ ഊറ്റി വരുന്നതിലും കുറച്ച് നീര് വരുന്നുണ്ടാവും.